എല്ലായിടത്തും ഇരിക്കുന്നത് ഇവര് തന്നെയല്ലേ? ഇവര് തന്നെയല്ലേ എല്ലായിടത്തും ഇരിക്കുന്നത്? ഞാൻ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് സാർ അത് തള്ളുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് തള്ളുന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കേൾക്കുകയും ചെയ്തല്ലോ. ഒരു നിഷ്പക്ഷത ഇല്ലാതെ നിങ്ങൾ മത്സരിച്ച് ജയിച്ച് കാണിക്കണം, അല്ലാതെ ഇങ്ങനല്ല കാണിക്കുന്നത്. രാകേഷിന് പേടിയാണെങ്കിൽ ഇങ്ങനല്ല തീരുമാനിക്കണം, അത് മത്സരിച്ച് ജയിച്ച് കാണിക്കുക, അല്ലാതെ ഇങ്ങനത്തെ സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. മനസ്സിലായില്ലോ? വല്ലവരുടെ മത്സരിച്ച് ജയിച്ച് കാണിക്കുക, അല്ലാതെ ഇതൊരു മാതിരി വൃത്തിയോടായി മത്സരിച്ചാൽ തോക്കും ഉറപ്പുള്ള ഇതുപോലത്തെ വൃത്തിയോട് കാണിക്കും. കൊടുക്കാൻ പറ്റും കൊടുക്കും. വിശാഖിനെയൊക്കെ അതിന്റെ ഇടയിലിട്ട് ആ പരിപാടി എല്ലാം കാണിച്ചു, അത്രയും ഡ്രാമ കാണിച്ചതാ. ചെയ്തണി ചെയ്യും. ശരിയാണോ എന്റെ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത്? അല്ലല്ലോ, എന്റെ പേര് തന്നെ സാർ. ഇത് ഞങ്ങൾ വിറ്റ്നസ് ചെയ്യേണ്ട കാര്യമില്ല. സാറിനാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അല്ല, ഞങ്ങൾക്ക് ഇത്രയും അസോസിയേഷനിൽ മെമ്പർഷിപ്പിന് കൊടുത്ത ഒരു അപേക്ഷയാണിത്. എനിക്കൊരു സംശയം തോന്നി, ഇനി ഇവരോടുള്ള വൈരാഗ്യം, എന്തെങ്കിലും വിരോധം പോലെ എന്തെങ്കിലും കടാശാഖത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ടോ? അതാണ് സാറിന് തോന്നാനുള്ള കാരണം. അല്ല, അത് വേറെ ആരുടെ അങ്ങനെ എല്ലാ സാധനവും എടുത്ത് കാണുന്നില്ല. അപ്പൊ എനിക്ക് മാത്രം സംശയമുണ്ട്, വേറെ ആർക്കും സംശയമില്ല. എനിക്ക് മാത്രം സംശയം ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള സാറിന്റെ കാരണം അത് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി കാണുമെന്ന് വിചാരിച്ചു. നിങ്ങളോട് ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഈ കടലാസ് നിങ്ങൾ തന്നാണോ കൊടുത്തതാണ്? ഇതിനകത്തുനിന്ന് എന്തെങ്കിലും കടലാസ് ഇതിലെടുത്ത് മാറ്റിയിട്ടുണ്ടോ ചോദിക്കുന്നത് തെറ്റുണ്ടോ? അവരെ ഞാൻ സംശയിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സാർ. ഞാൻ പറയുന്ന സാർ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ എഴുതാപ്പുറം ഒന്ന് വായിച്ചു. എടുത്ത് മാറ്റി ഞാൻ പറഞ്ഞു. യുവർ സെക്യൂരിറ്റി. ഇനി അവരെ ഒരു കടലാസ് പേര് വേണ്ട, സ്റ്റാഫിൽ ആർക്കെങ്കിലും ബാക്കി ആർക്കും ഇല്ലാത്ത വിരോധം എന്നോട് മാത്രം എന്തിനാ സാർ? ന്യായമായ ചോദ്യം എന്ന് പറയുന്നത് വേറെ പഠിക്കുന്ന ആർക്കും ഇല്ലാത്ത ഇതെന്തിനാ എന്നോട് മാത്രം? നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ചോദിച്ചാ, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ചോദിച്ചാ. ഇത് പ്രകാരം സാർ പറയുന്ന അനുസരിച്ചാണ് രണ്ട് ഫോം ഉണ്ട്. അതിപ്പോ വിശാഖിന് കൊടുത്തതും അങ്ങനെയാണ്. വിശാഖിന് 2 മെമ്പർഷിപ്പ് ഉണ്ട് ഇവിടെ. അതെ, എനിക്കുണ്ട്. ഞാൻ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്ന ആളാണ്. 2016 വരെ ഞാനിവിടെ വോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. കമ്പനിയുടെ സാർ ഇവിടെ രജിസ്റ്റേർഡ് ആണ്. ഇവിടെ സിനിമകളെല്ലാം ഇവിടെ രജിസ്റ്റേർഡ് ആണ്. ആദ്യത്തെ സിനിമ മുതൽ ഇവിടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടായ കാലം മുതൽ ഇവിടെ ചെയ്തേക്കുന്ന എല്ലാവരുടെയും പടങ്ങൾ ഇവിടെ രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് ഇവിടെ രജിസ്റ്റേർഡ് അല്ല എന്ന് സാറിന് പറയാൻ പറ്റില്ല. സാർ ഇത് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് ഇവിടെ രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റേർഡ് ആണ്, രജിസ്റ്റേർഡ് ആണ്. ആ പറഞ്ഞ ആശയത്തിന് ഇത്രയും പേര് വിറ്റ്നസ് ചെയ്യാണ്. ഇവൻ ഇതുണ്ട് ആ പറഞ്ഞ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഇത് പരിശോധിച്ചിട്ട് സാറിന് ഒരു ഡിസിഷൻ പറഞ്ഞു. എനിക്ക് ഫ്രൈഡേ ഫിലിം ഹൗസ് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് സാന്ദ്ര തോമസ് സാറിന് നോക്കിയതുമാണല്ലോ. സാറിന് നോക്കേണ്ട കാര്യമില്ലാന്നുകൊണ്ട് സാറ് നോക്കി. ഞങ്ങൾ എന്തിനാ ഇതിന് വിറ്റ്നസ് ചെയ്യണം? ഞങ്ങൾ എന്തിനാ ഇതിന് വിറ്റ്നസ് ചെയ്യണം? ഞങ്ങൾ എന്തിനാ ഇത് വിറ്റ്നസ് ചെയ്യണം? സാറ് ചെയ്ത ഡിസിഷൻ അത്രേ ഉള്ളൂ. അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കാര്യമുള്ളത്, സാറിനൊരു ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഉണ്ട്. യു ആർ എൻജോയിങ് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. ഇതിനകത്ത് ബൈലോ എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമുള്ളതാണ്. അതിന്റെ കാരണം ഞാൻ പഠിച്ചിട്ട് പറയാണ്, എനി റെഗുലർ മെമ്പർ, എനി എന്ന വാക്ക് അവിടെ വന്നതാണ് പ്രശ്നം. സാർ, യു ക്യാൻ ടേക്ക് ദ ഡിസ്ക്രിമിനേഷൻ, യു ക്യാൻ യൂസ് ദ ഡിസ്ക്രിമിനേഷൻ പവർ. Any regular member who has got 3 or more number of pictures censored to his credit
will be eligible for occupying any post as an office bearer. Any regular member. Yes. Ah. I admit that you are a regular member. Ah. Who has got 3 or more number of pictures censored to his credit. His എന്ന് own- പറയുമ്പോ ഇവിടുത്തെ രജിസ്റ്റർ Sir, ഇതിന്റെ കാര്യങ്ങളൊന്നും sir, പറഞ്ഞിട്ടില്ല. sir, അവരുടെ ക്രെഡിറ്റിൽ മറ്റേ clause കൂടെ മെമ്പർഷിപ്പ് will be given in the name of a firm or a company. അത് മെമ്പർഷിപ്പ് ആണ്. മെമ്പർഷിപ്പ് ഫോമിനാണ്. അത് ഞാൻ അങ്ങനെയാണെങ്കിൽ ആ, മാത്രമല്ല ഇവിടെ member of the- അതല്ലേ പറഞ്ഞേ എനി റെഗുലർ മെമ്പർ. നൗ ഐ ആം എ റെഗുലർ മെമ്പർ. അപ്പൊ എന്റെ പേരിൽ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ എന്തിന്റെ പേരിലാണ് ഇത് റിജക്ട് ചെയ്യാൻ സാർ പോകുന്നതെന്നുള്ളത് എനിക്കറിയാം. അല്ല അത് വാലിഡ് ആണ് സാർ. ഓൾറെഡി എന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇവിടെ രജിസ്റ്റേർഡ് ആണ്. In the case of a partnership firm, any one of the partners whose name and signature is affixed to the application form will be eligible. സാർ ഞാനൊരു കാര്യം ഒരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ. ഒരാൾ ഒരു കട തുടങ്ങി, അപ്പുറത്ത് പോയി വേറൊരു കട തുടങ്ങിയാൽ ഈ കടയുടെ ഓണർ അയാൾ അല്ലാണ്ടാവോ? ഇല്ലല്ലോ. Anyway, എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒഫീഷ്യൽ റെക്കോർഡ് അനുസരിച്ച് സാന്ദ്ര തോമസിന്റെ പേരിൽ ഒഫീഷ്യൽ റെക്കോർഡിൽ ഇവിടെ ഉണ്ടല്ലോ. അത് അവരോട് എടുത്തു തരാൻ പറ. അവരെടുത്തു തരാത്ത എന്താണ്? അത് അവരോട് എടുത്തു തരാൻ പറയൂ. ഒഫീഷ്യൽ റെക്കോർഡിൽ ഇവിടെ ഞാൻ സാറിനെ കാണിച്ചാണ്. സാറിന്റെ കയ്യിൽ കിട്ടിയേക്കുന്നില്ല. ഞാൻ സാറ് കണ്ടോളൂ. സാറിന്റെ കയ്യിൽ എന്റെ പേരിൽ സെൻസർ ചെയ്തിരിക്കുന്ന 3 സിനിമകളാണ്. ആയിരിക്കാം. നിങ്ങളുടെ പേരിൽ 3 അല്ല 9 ഉണ്ടായിരിക്കാം. എന്റെ വേറെ ആരും ഇതിനകത്തില്ല. സാൻഡ്ര തോമസ് എന്ന പേരിൽ മാത്രമാണ് സെൻസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ സാർ ആപ്ലിക്കേഷൻ എന്നെ മുമ്പേ പറഞ്ഞു ക്ലോസ് നമ്പർ 41 പ്രകാരം കമ്പനിയെ റെപ്രസെന്റ് ചെയ്യേണ്ട മാനേജിംഗ് പാർട്ണറാണ്. ഞാൻ തന്നെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. തർക്കമില്ല. നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് ഈ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയതിന് ശേഷം ആ സെൻസസ് നിങ്ങൾ പറയുന്ന 3ാമത്തെ 4ാമത്തെ സെൻസസ് സാർ അതൊന്നും ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു, ഒരാൾ ഒരു 10 പടം ചെയ്തു. അയാൾ ഇവിടെ 4 പടമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ അയാൾ 10 പടം ചെയ്തില്ല എന്നല്ലോ. ആ 10 പടത്തിൽ ഏതെങ്കിലും 3 പടത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അവർക്ക് മത്സരിക്കാം. ഇതാണ് ബൈലോയിൽ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരാൾ ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കണമെങ്കിൽ അവർ 3 പടമെങ്കിലും ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പൊ ഞാൻ 3 പടം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണ്. സാർ എന്ത് കാര്യമാണെങ്കിലും നിഷ്പക്ഷമായി സാറിനെ പോലെ ഒരാൾ ഇവിടെ നിൽക്കുന്നതിന് നിഷ്പക്ഷമായിട്ട് ഒരു കാര്യം ചെയ്യാനാണ്. നിഷ്പക്ഷത ഇല്ലാതെ സാർ എന്താ പറഞ്ഞത്? സാർ നിഷ്പക്ഷമായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. സാർ തെറ്റായിട്ടാണ് ഇപ്പൊ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്. നിഷ്പക്ഷമായിട്ടാണെങ്കിൽ സാർ എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? നിഷ്പക്ഷത ഇല്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണല്ലോ സാർ ഇവിടെ 25 വർഷമായിട്ടിരിക്കണേ അല്ലേ? അതില്ല എന്നുള്ളതിന് കാര്യം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടല്ലേ സാർ ഇവിടെ 25 വർഷമായിട്ടിരിക്കണേ? ഇവിടെ മാത്രമല്ല, ഇതിനേക്കാളും വലുതാണ് ഫിലിപ്പ് ചേംബർ ഓഫ് കോമേഴ്സ്. എല്ലായിടത്തും ഇരിക്കുന്നത് ഇവിടെ തന്നെയല്ലേ? ഇവിടെ തന്നെയല്ലേ എല്ലായിടത്തും ഇരിക്കുന്നത്? ഞാൻ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് സാർ അത് തള്ളുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് തള്ളുന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞല്ലോ. എല്ലാം കേൾക്കുകയും ചെയ്തല്ലോ. എന്താണ് ഒരു നിഷ്പക്ഷത ഇല്ലാതെ നിങ്ങൾ മത്സരിച്ച് ജയിച്ച് കാണിക്കണം. അല്ലാതെ ഇങ്ങനെയല്ല കാണിക്കുന്നത്. രാകേഷിന് പേടിയാണെങ്കിൽ ഇങ്ങനെയല്ല തീരുമാനിക്കണം. അത് മത്സരിച്ച് ജയിച്ച് കാണിക്കുക. അല്ലാതെ ഇങ്ങനത്തെ ഇതൊരുമാതിരി നാണമില്ലാത്ത സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? വല്ലാണ്ട് സിനിമ എടുക്കാത്ത നിർമ്മാതാവല്ല. ഞാനിവിടെ ഹിറ്റ് പടങ്ങൾ എടുത്തിട്ടുണ്ട്. 3 കൂടുതൽ ഹിറ്റ് പടങ്ങൾ എടുത്തിട്ടുള്ള നിർമ്മാതാവ് തന്നെയാണ്. അല്ലാതെ ഇതുപോലത്തെ പണി ഞാനിതുവരെ കാണിച്ചിട്ടില്ല. മത്സരിച്ച് ജയിച്ച് കാണിക്കുക. അല്ലാതെ ഇതൊരുമാതിരി വൃത്തിയോടായി മത്സരിച്ചാൽ തോക്കും ഉറപ്പുള്ളവർ ഇതുപോലത്തെ വൃത്തിയോട് കാണിക്കും. കൊടുക്കാൻ പറ്റും അല്ല, ഞാൻ വിശാലിനെയൊക്കെ അതിന്റെ ഇടയിലിട്ട് ആ പരിപാടി എല്ലാം കാണിച്ചു. അത്രയും ഡ്രാമ കാണിച്ചതാ. ചെയ്തെങ്കിൽ ചെയ്യും.